ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നമ്മളോട് കുട്ടികളൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മുതിർന്നവരൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മൊബൈൽ തരാത്തത്, എൻ്റെ മറ്റു കൂട്ടുകാർക്ക് മൊബൈലുണ്ട്, എനിക്ക് മൊബൈലില്ല, പഠിക്കുന്ന ആവശ്യത്തിന് മൊബൈൽ വേണമെന്നൊക്കെ. ഓൺലൈൻ ക്ലാസ് വന്നപ്പോഴാണ് നമ്മൾ കുട്ടികളിലേക്ക് മൊബൈലിൻ്റെ ഒരു ഇത് വന്നത്. കാരണം അന്ന് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല കോവിഡിൻ്റെ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മൊബൈലിൻ്റെ യൂസേജിനെ, മൊബൈൽ ഫോണിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. ഒരേ സമയം തന്നെ ഉപകാരവും ഉപദ്രവമുള്ള ഒരു സംഭവമാണ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഈ മൊബൈൽ. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഡിപ്പെൻഡൻ്റ് കാര്യമാണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഈ കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. മുതിർന്ന ആൾക്കാർ ഉപയോഗിക്കുന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല, കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ അടുത്ത ഒരു രാജ്യം, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം, അവിടെ കുട്ടികളിൽ മൊബൈൽ നിരോധിച്ചു. അതുപോലെ ഫ്രാൻസും ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. കുട്ടികളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വേണ്ട എന്നുള്ള രീതിയിൽ വന്നു. ഇന്ത്യയിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ, അതിനുള്ള നിയമങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും റിസർച്ച് ഒക്കെ നടത്തുന്ന രാജ്യങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ റേഡിയേഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയുള്ള കാര്യമാണ്, ഞാനത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കുട്ടികളിൽ വളർച്ച പൂർത്തിയാകുന്ന പ്രായം ആൺകുട്ടികളിൽ 18, പെൺകുട്ടികൾക്ക് 18, ആൺകുട്ടികൾ 21. അപ്പോൾ വളർച്ച പൂർത്തിയായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം റേഡിയേഷൻസ് അവർക്ക് ഉപദ്രവമുണ്ട്. പക്ഷേ അതിൽ ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു പ്രായത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് വളർച്ച പൂർത്തിയായ വ്യക്തികളിലും വളർച്ച പൂർത്തിയാത്ത വ്യക്തികളിലും മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റേഡിയേഷൻസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ ബ്രെയിനിനും ഒക്കെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഈ റേഡിയേഷൻസിന് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഇരുട്ടത്തൊക്കെ ഒന്നില്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കണ്ണാട ഉപയോഗിച്ചൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. ഇനി പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കോൺസെൻട്രേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു പ്രായത്തിൽ അവരുടെ ബ്രെയിൻ വളരുന്ന പ്രായത്തിൽ വളരെ ക്വിക്കായിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടം ഇൻസ്റ്റാഗ്രാം റീലുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഓരോ സെക്കൻഡിൽ ഇങ്ങനെ മാറി നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് ഈ വീഡിയോസിനൊക്കെ കഴിയും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ എപ്പോഴും അതുപോലെ ആയിരിക്കണം ആ കുട്ടിയുടെ ക്ലാസ്, അതുപോലെ ആയിരിക്കണം ആ കുട്ടിയുടെ ചുറ്റുമുള്ളവരെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. ആ കുട്ടിക്ക് 5 മിനിറ്റ് പോലും വേർതിരിക്കാനുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയും. ഇതിനെ ഈ പറയുന്ന കാരണം വരും. അതുപോലെ തന്നെ ഡിപ്രഷൻ പോലുള്ള ഡിസോർഡേഴ്സ്. കാരണം മറ്റു മൊബൈലിൽ ഒരു കുട്ടിക്ക് ഒരു സമ്മാനങ്ങൾ അവർ പാരന്റ് പഠിച്ചു കൊടുക്കുന്നത് യൂട്യൂബ് കണ്ടന്റിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഈ കുട്ടിക്ക് റിയൽ ആയുള്ള സിറ്റുവേഷൻ നടക്കില്ല. അപ്പോൾ അവിടെ ഡിപ്രഷൻ, ആൻസൈറ്റി ഡിസോർഡർ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഈ മൊബൈലിന്റെ ഉപയോഗത്തിൽ വരും വീഡിയോ ഗെയിംസ് കാര്യങ്ങൾ വരുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു അരമണിക്കൂർ എന്തായാലും കളിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം. അത് ബ്രെയിനും ഹെൽത്തിനും ഒക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കും. പക്ഷേ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കുട്ടികളിൽ ഇത് കൊടുക്കരുത് എന്ന് പറയുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മറ്റു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെടുക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ നമുക്ക് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാം. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദിസ് റൈൻസ് സൈനിങ് ഔട്ട്.